എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ് എൻ്റെ ഈ തോട്ടം. ഇതിനകത്ത് ചീരയെല്ലാം പോയി തുടങ്ങി കണ്ടോ. ഈ ചീരയെല്ലാം ചെത്തി കഴിഞ്ഞു. അപ്പം ഞാൻ ഇതിനെല്ലാം പിഴുതിട്ട് ഇതിനകത്തേക്ക് 2 വെണ്ട വിത്തിട്ടു. ഇത് ചീര. എൻ്റെ തോട്ടം എൻ്റെ കൊച്ചു തോട്ടം. എനിക്ക് ദിവസവും രാവിലെ 1.5 മണിക്കൂർ എക്സസൈസും സന്തോഷവും ഒക്കെ ഇവരാണ്. ഉണ്ടോ, ആ ചീരയൊക്കെ പറിച്ചു കളഞ്ഞു കേട്ടോ. കുറേ പ്രാവശ്യം ചെത്തിയതാണ്. ആ ഇതിലേക്കാണ് ഇത്. നമ്മൾ ഇതിന് വെണ്ട നട്ടു. ഒരു 10-15 ദിവസം മുമ്പേ ഞാൻ ഇതുപോലെ വെണ്ട വിത്ത് കൊണ്ട് നട്ടത് ഞാൻ നിങ്ങളെ കാണിച്ചു. അതിപ്പോൾ ഇത്രയായി കേട്ടോ. ഇത്രയായി പെരിയെ പൂക്കാൻ തുടങ്ങുന്നുണ്ട്. ഇങ്ങനെ ഓരോന്ന് ഞാൻ ചെയ്യും. എൻ്റെ വയസ്സൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. 77 വയസ്സ് കഴിഞ്ഞു. ഒരുപാട് വയ്യാഴി ഉണ്ടെന്നാലും ഞാൻ വെറുതെ ഇരിക്കുകയില്ല. ഇവിടെയൊക്കെ തൂത്ത് വൃത്തിയാക്കട്ടെ. ഈ വെണ്ട ഒരു 10 ദിവസത്തേക്കാവും പോകും. അടുത്തത് അന്ന് പാകിയ വെണ്ട വിറ്റത് കേട്ടോ. കോവല് പടന്ന് വരുന്നേ ഉള്ളൂ. കുഞ്ഞു കൃഷികൾ. പപ്പാളം നട്ടുണ്ട്. 2 കൊല്ലം മുമ്പ് കൊണ്ടുവച്ച് ഈ കൊല്ലം കായ്ച്ച നമ്മുടെ പ്ലാവ്. ഇവിടെ ഇന്ന് ഒരു മുളകും തയ്യേ, കാന്താരി മുളകിൻ്റെ തയ്യേ കായൊക്കെ ഉണ്ട് കേട്ടോ. അത് ഇന്നലെ ഇവിടെ പതിവില്ലാതെ ഈ കൊല്ലം ആദ്യത്തെ മഴ പെയ്തു. ആ പെയ്ത്തിൽ ആ ചട്ടിയിലിരുന്ന മുളക് പടർന്നു വീണു. അപ്പം ഞാൻ അതിനെ എടുത്ത് ഇവിടെ കൊണ്ടുവച്ചു. കറ്റാർവാഴ വരുന്നതേ ഉള്ളൂ. രണ്ട് വർഷം മുമ്പ് കൊണ്ടുവച്ച പ്ലാവാണ്. 3-ാം വർഷമെന്നാണ് അവർ പറഞ്ഞത്. അതൊരു ചെങ്കതളി അവിടെ കൊലച്ച് നിൽപ്പുണ്ട്. ചെങ്കതളി. ഇതൊക്കെ സന്തോഷങ്ങളാണ്. ഈ വെണ്ട വിത്ത് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിനകത്തു നിന്നായിരുന്നു ആ മുളക് പടർന്നു പോയത്. അതിനെ ഞാൻ കൊണ്ട് അവിടെ നട്ടു. ഇതാ എനിക്ക് സങ്കടം. എന്തറിയോ, തക്കാളി വിത്ത് പാകി അതിനിടയിൽ ഒരു ഓമ വിത്തും 2-3 ഓമയ്ക്കയുടെ അരിയുണ്ടാകും. ചുമ്മാ അവിടെ ഇട്ടിട്ടോ അതും കിട്ടു. എന്നിട്ട് ഈ തക്കാളി ഞാൻ പാകിയിട്ട് നോക്കൂ, നന്നായിട്ട് ശ്രദ്ധിച്ചു കേട്ടോ. നന്നായിട്ട് ശ്രദ്ധിച്ചു. ഇത് ഞങ്ങളുടെ ചാലാണ്. ഈ മതിൽ ആ വീട്ടുകാരുടെയാണ്. അതാണ് തേക്കാത്തത്. അവർ പറഞ്ഞാൽ തേക്കുന്നില്ല, വീട്ടുകാരുടെ. നമ്മൾ തേക്കാമെന്ന് പറയുമ്പോൾ അവരത് സമ്മതിക്കുന്നുമില്ല. ഈ തക്കാളി 2 മൂട് തക്കാളി നല്ലോണം വന്നു കേട്ടോ. വന്നിട്ട് അടുത്തത് നല്ലോണം വന്നിട്ട് നിറയെ പൂവുണ്ടായി കേട്ടോ. ഞാൻ ഏത് ചെടിയെ ശ്രദ്ധിക്കുന്നതിലും കൂടുതൽ ഇതിനെ ശ്രദ്ധിച്ചു. അത് കാരണം കൊണ്ട് നല്ല പന പോലെ വന്നു. പക്ഷെങ്കിൽ നിറയെ പൂവുണ്ടായി. ഒറ്റ കാപോലും ഉണ്ടായില്ല. എനിക്ക് ഭയങ്കര സങ്കടമായി. ഇതിനകത്തൊക്കെ ഞാൻ
കുപ്പി കട്ട് ചെയ്തിട്ട്, വലിയ കുപ്പിയില്ലേ വെള്ളത്തിൻ്റെ കുപ്പി, ആ കുപ്പി കട്ട് ചെയ്തിട്ട് അതിനകത്ത് അന്നന്നാളത്തെ പച്ചക്കറി ഇട്ട് അടയ്ക്കുകയാണ്. അപ്പോൾ ഇതിന് വേണ്ട വളവും കിട്ടും. ഇതിലും ഉണ്ട്, അങ്ങനെ ഉണ്ടോ. അതേപോലെ തന്നെ കുപ്പി വെട്ടി ഇതാക്കി പച്ചക്കറി ഇട്ട് അടച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു വളമാണ് കേട്ടോ. നമ്മൾ ഇതുപോലെ വെള്ളത്തിൻ്റെ കുപ്പിയില്ലേ, നമ്മൾ കുടിവെള്ളം മേടിക്കുന്ന കുപ്പി, മിസലേരി വാട്ടറിൻ്റെയൊക്കെ ആ കുപ്പി നമ്മൾ അതിൻ്റെ അടിഭാഗം വെട്ടിക്കളഞ്ഞിട്ട് മുകൾ ഭാഗത്തെ അടപ്പ് ഊരിയിട്ട് ആ അടപ്പിൻ്റെ ഭാഗം ചെടിച്ചട്ടിയിൽ കുത്തി വയ്ക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ആ മുറിച്ച ഭാഗമില്ലേ മുകളിലോട്ട് വയ്ക്കുന്നത്, അവിടെ അതിൽ കൂടെ നമ്മൾ അന്നന്നാളത്തെ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഇതിലിടണം. ഞാൻ എല്ലാ ചട്ടിയിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്ത് നല്ലോണം ശുശ്രൂഷിച്ച് വന്നപ്പോൾ നല്ലോണം ഇത് വളർന്നു. പക്ഷേ ഒറ്റ കാ പോലും ഉണ്ടായില്ല. എനിക്ക് ഭയങ്കര സങ്കടം. നമുക്കിപ്പോൾ 1 കിലോ 1 കിലോ തക്കാളി മേടിക്കാൻ പാടില്ലാണ്ടല്ല. പക്ഷെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മളൊരു ചെടി വയ്ക്കുമ്പോൾ അത് ഒരു വിത്ത് പാകുമ്പോൾ അത് മുളയ്ക്കുന്നതും അത് പടിപടിയായിട്ട് വളർന്ന് സസ്യമാകുന്നതും ചെടിയാകുന്നതും പൂവും കായും ഒക്കെ ആകുന്നതും നമുക്ക് എന്തൊരു സന്തോഷമാണ് അല്ലേ. അപ്പോൾ ഒരു കായും പോലും ആകാഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം. ഒരുപാടെന്ന് വെച്ചാൽ ഭയങ്കര വിഷമം കണ്ടോ. നിറയെ പൂവുണ്ട്, നിറയെ പൂവുണ്ട്. നിറയെ പൂ വന്ന് കൊഴിഞ്ഞു പോയി. വരുന്ന പൂക്കളെല്ലാം കൊഴിഞ്ഞു പോവുക. ഒരു കാ പോലും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചു കർഷകനെക്കുറിച്ച്. അവർക്ക് എന്ത് വലിയ ദുഃഖമായിരിക്കും. അവരതുകൊണ്ട് ജീവിക്കുന്നവരല്ലേ. കർഷകൻ്റെ ജീവിത മാർഗവും അവരുടെ വരുമാന മാർഗമാണ്, അവരുടെ ജീവിതമാണ് കൃഷി. അത് നശിക്കുമ്പോൾ അവരെത്രമാത്രം ദുഃഖിക്കുന്നുണ്ടാവും അല്ലേ. നമുക്ക് ഈ നിസ്സാരം 2 തക്കാളി ചെടിയിൽ നമുക്കിത് നമ്മുടെ ജീവിതമാർഗ്ഗം ഒന്നും അല്ലെങ്കിൽ പോലും അതിലെ ഒരു കാ പോലും ഉണ്ടാകാഞ്ഞപ്പോൾ അത് നന്നായിട്ട് വലിയ വാഴ പോലും വന്നു, നല്ല വലിപ്പത്തിൽ വന്നു. അതിൽ നിന്ന് ഒരു കാ പോലും ഉണ്ടാകാഞ്ഞപ്പോൾ നമുക്കെത്ര സങ്കടമല്ലേ. അപ്പോൾ കർഷകരുടെ സങ്കടം എത്രയായിരിക്കും അല്ലേ. ഇത് ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു വിശേഷങ്ങൾ, കൊച്ചു കൊച്ചു കാര്യങ്ങൾ, കൊച്ചു കൊച്ചു സംഭവങ്ങൾ നമുക്ക് രാവിലെ ഒരു അരമണിക്കൂർ ചിലവഴിക്കാനുള്ള എല്ലാം ഞാൻ നട്ടിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ നടും, ഇപ്പോഴും അതിനെ പരിപാലിക്കും. ഇതൊക്കെയാണ് എൻ്റെ ആനന്ദം. ഇതിപ്പോൾ ഇതിൽ നിന്ന് വലിയ ആദായമൊന്നും കിട്ടാനല്ലല്ലോ, നമ്മുടെ ഒരു സന്തോഷം, നമ്മുടെ ഒരു ഇഷ്ടം അല്ലേ. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായാൽ പറയണേ. നിങ്ങളുമൊക്കെ ഗ്രാമപ്രദേശത്തായാലും, ഗ്രാമപ്രദേശത്ത് പിന്നെ നാട്ടിൻപുറങ്ങളിൽ പിന്നെ എല്ലാവർക്കും കുറച്ച് സ്ഥലമുണ്ടല്ലോ, നമുക്കതൊന്നുമില്ലല്ലോ. അപ്പോൾ നിങ്ങളുമൊക്കെ ഒരു ചട്ടി ആയാലും മതി, ഒരു ചാക്കായാലും മതി, ഒരു കാർഡ്ബോർഡിൻ്റെ പെട്ടിയായാലും മതി, ഏതോ നാട്ടിലിരുന്നാലും നമ്മൾ ഒരു പച്ചമുളകും തൈയോ, ഒരു തക്കാളി തൈയോ, ഒരു വെണ്ടത്തൈയോ എന്തെങ്കിലുമൊക്കെ നമ്മൾ വെച്ച് പിടിപ്പിക്കണം എന്നുള്ള കാര്യം നിങ്ങളോട് ഞാൻ പറയുകയാണ്. അതൊക്കെ നിങ്ങൾക്ക് മാനസികമായ ഉല്ലാസവും തരും കേട്ടോ. നമ്മൾ പ്രകൃതിയെ അറിയണം, പ്രകൃതിയോട് അടുക്കണം, പ്രകൃതിയോട് ഇണങ്ങണം. പ്രകൃതിയിലേക്ക് നമ്മൾ വന്നു, പ്രകൃതിയിൽ ജീവിക്കുന്നു, പ്രകൃതിയിൽ ലയിക്കുന്നു അല്ലേ. അപ്പോൾ എല്ലാവരും, പ്രത്യേകിച്ച് വീട്ടമ്മമാർ, നമ്മുടെ വീടിൻ്റെ അടുക്കളയുടെ ചുറ്റുമായി ഒരു ചെറിയ അടുക്കളത്തോട്ടം ചെയ്യുന്നതിന് ശ്രമിക്കണം കേട്ടോ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ
സരസ്വതി ടീച്ചർ. കർഷകരെക്കുറിച്ച് കവി പാടിയിട്ടുണ്ടല്ലോ. പുറം കഠോരം പരിശുഷ്കം ഒട്ടുക്ക് ഉള്ളോ മൃദുസാധുരസാനുവിധം. നാടൻ കൃഷിക്കാരൊരു നാളികേരപ്പാകത്തിലാണിങ്ങനെ മിക്ക പേരും. അവരെ കണ്ടാൽ ഈ അധ്വാനിക്കുകയൊക്കെ ചെയ്ത് കളയ്ക്കുകയും വെട്ടുകയൊക്കെ ചെയ്ത് വെയിലും കൊണ്ട് ഒരു ഹാർഡായിട്ടുള്ള ആൾക്കാരായിട്ട് പരുക്കനായിട്ട് തോന്നും. പക്ഷേ നാളികേരത്തിൻ്റെ കാര്യത്തോടാണ് ഉപമിച്ചിരിക്കുന്ന കവി. അതായത് മിക്ക കർഷകരും നാളികേരത്തിന് തുല്യമാണ്. കാരണം നാളികേരം നമുക്ക് കണ്ടാൽ പുറമേ ഭയങ്കര ഹാർഡല്ലേ, പക്ഷേ അത് പൊട്ടിച്ച് അകത്ത് ചെല്ലുമ്പോഴോ എന്ത് രുചികരമായ ദാഹം തീർക്കുന്ന, നമ്മുടെ പരവേശവും വിശപ്പും ദാഹവും ഒക്കെ തീർക്കുന്ന സ്വാദിഷ്ടമായ നല്ല നാളികേര വെള്ളം അല്ലേ, തേങ്ങ വെള്ളം. അത് കഴിഞ്ഞിട്ട് കരിക്ക് അല്ലെങ്കിൽ കാമ്പുള്ള നാളികേരം. അങ്ങനെ എത്ര സോഫ്റ്റാണ് അതിൻ്റെ അകഭാഗം എന്ന് പറഞ്ഞ പോലെയാണ് കർഷകരെ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന പോലെയല്ല. അവർ വളരെ ശുദ്ധന്മാരും ആർദ്ര ഹൃദയമുള്ളവരും നല്ല പച്ചയായ മനുഷ്യരുമാണെന്നാണ് കവി പറഞ്ഞു വച്ചിരിക്കുന്നത്. ഈ വീഡിയോ നമുക്ക് പ്രകൃതി സ്നേഹത്തോടു കൂടി തന്നെ ഈ വീഡിയോ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.